ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. മച്ചാന്മാരെ, ഇന്ന് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് മച്ചാന്മാരൊക്കെ. എന്ന് വെച്ചാൽ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മളെ എവിടെ കണ്ടാലും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എവിടെ കണ്ടാലും നമുക്ക് പോളണ്ട് വിസ, മെൽറ്റ വിസ, കനഡിയൻ വിസ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വേക്കൻസികളുടെ കൂമ്പാരം തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയ മൊത്തം നമുക്ക് തുറന്നു നോക്കിയെന്ന് വെച്ചാൽ മൊത്തം വേക്കൻസികളാണ്. ഒരുപാട് ഏജൻസികൾ ഇതിന് വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് പുറം രാജ്യത്ത് പോളണ്ടിലോട്ട് പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ ഈ കാറ്റഗറിയിലുള്ള വെൽഡിംഗ് കാറ്റഗറിയിലാണ് ഈ വിസകളെല്ലാം അപ്രൂവലായി വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ ടെസ്റ്റ്, എന്തൊക്കെയാണ് ടെസ്റ്റ് വരുന്നത്, കാര്യം അറിയാത്തവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാരണം വെച്ചാൽ ഇത് സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാം. കാരണം വെച്ചാൽ നമുക്ക് പോളണ്ട് വിസ നമുക്ക് അപ്ലൈ ചെയ്യണം, അല്ലെ പറഞ്ഞാൽ വെച്ചാൽ പോളണ്ടിലോട്ട് പോകണം എന്നുണ്ടെന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ, അതിന് എത്ര രൂപ കോസ്റ്റ് വരുന്നുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ടുണ്ട് ഈ വീഡിയോയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഏജൻസിന്റെ അടുത്ത് സംസാരിച്ചതും അതുപോലെ തന്നെ പോളണ്ടിൽ പോയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് അവരിനോടുള്ള ഒരു വ്യക്തമായ ഒരു ധാരണയിലൂടെയാണ് ഈ വീഡിയോ ഇറക്കുന്നത്. കാരണം സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. ആദ്യം തന്നെ പറയാമെന്ന് വെച്ചാൽ പോളണ്ട് വിസ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് 10ാം ക്ലാസ് ഫൈലാണെങ്കിൽ പോലും നമുക്ക് പോളണ്ട് വിസ അപ്ലൈ ചെയ്യാം. മിഗ് വെൽഡിങ്ങും ടിഗ് വെൽഡിങ്ങിനും കൂടിയിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ മിഗ് വെൽഡിങ്ങോ ടിഗ് വെൽഡിങ്ങോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ അതിൽ വരുന്ന ടെസ്റ്റ് എന്ന് വെച്ചാൽ 1G യും 3G ആണ് ടെസ്റ്റ് വരുന്നത്. അത് ചിലപ്പോൾ ടിഗ് വെൽഡിങ് മിൽ സ്റ്റീലും ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റൈൻലെസ് സ്റ്റീലും ഉണ്ടാവും. എന്ന് വെച്ചാൽ കാർബൺ സ്റ്റീലും SS-ഉം സ്റ്റൈൻലെസ് സ്റ്റീലും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ടെസ്റ്റ് വരുന്നത്. മിഗിലും അതുപോലെ തന്നെയാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ മേഗ് വെൽഡിംഗ് ഉണ്ടാവും, മിഗ് വെൽഡിംഗ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇതിലുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് ആ ഏജൻസിയിലെ ആ മേഡത്തിന്റെ അടുത്ത് ആ വോയിസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വിവരണം ഒന്ന് കേട്ട് നോക്കാം. അതിന് ശേഷം നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം. നമ്മുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. പോളണ്ടിലേക്കാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. അതിൽ സാലറി അവർ പറയുന്നത് 3500 to 4500 സ്ലോട്ടി വരെയാണ് സാലറി പറയുന്നത്. അതായത് അപ്രോക്സിമേറ്റ് ഒരു 60,000 തൊട്ട് 80,000 രൂപയ്ക്കുള്ളിൽ സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ. അതായത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു 2 months ട്രയൽ പീരീഡ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ആ ടൈമിലാണ് ഈ ഒരു സാലറി വരുന്നത്. ഈ ട്രയൽ പീരീഡിന് ശേഷം സാലറിയുടെ 20 to 30% ഇൻക്രീസ് ഉണ്ടാവും. അപ്രോക്സിമേറ്റ് ഒരു 15,000 തൊട്ട് 20,000 ഉള്ളിൽ നമുക്ക് ഇൻക്രീസ് ഉണ്ടായിരിക്കും. അക്കോമഡേഷൻ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡിനുള്ള എക്സ്പെൻസ് മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. ടിഗിന്റെയും മിഗിന്റെയും ആണ് നമുക്ക് വേക്കൻസി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, 4 to 5 months നമുക്ക് പ്രോസസിങ് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ എക്സ്പെൻസ് കാര്യങ്ങൾ എന്ന് പറയുന്നത് 2.5 ആണ് എക്സ്പെൻസ്, 2.5 ലക്ഷമാണ് എക്സ്പെൻസ്. അതിന് പുറമെ ഫ്ലൈറ്റ് ടിക്കറ്റ് വരുന്നുണ്ട്, അതുപോലെ വിസ ചാർജ്, ഇൻഷുറൻസ് എടുക്കല്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അതിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് CV, അതുപോലെ തന്നെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ്, ബാക്ക് പേജ്, പിന്നെ നമ്മൾ ആ പുറത്ത് പോകുന്നുണ്ട് ആ സ്റ്റാമ്പിംഗ് പേജ് ഉണ്ടല്ലോ, ആ പേജും കൂടിയാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വേണ്ടത്. പിന്നെ ഇനീഷ്യൽ പേയ്മെന്റ് 15,000 വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത് പെർമിറ്റിന് അപ്ലൈ ചെയ്യാണ്. പെർമിറ്റ് വന്ന ശേഷമാണ് നമുക്ക് ബാക്കി 15 കൂടെ അടയ്ക്കണം. ബാലൻസ് വരുന്ന എമൗണ്ട് വിസ വന്നിട്ട് അടച്ചാൽ മതി. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഒരുപാട് വർഷത്തെ മിനിമം 1 year ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നല്ല, നമുക്ക് വർക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. കാരണം വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഫെയിൽ ആയി പോകരുത്. കാരണം അങ്ങനെ ആവുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ. ഇപ്പൊ നമ്മൾ മുൻപ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മുൻപ് പോയിട്ടുള്ള 2 കാൻഡിഡേറ്റ്സിന് അവർക്ക് അവിടെ ചെന്നിട്ട് ചെയ്യാൻ പറ്റാതെ അവര് ഫീൽഡിൽ നിന്ന് മാറി നിന്നിട്ടോ മറ്റായിരിക്കും, അറിയാം എക്സ്പീരിയൻസ് കുറവുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ ഫസ്റ്റ് ടെസ്റ്റിൽ കിട്ടിയില്ല. എന്നിട്ട് അവർക്ക് അവിടെ ഇപ്പോൾ നിലവിൽ അവരിപ്പോ വേറെ ജോലി ചെയ്യുന്നത്. എന്നിട്ട് രണ്ടാമത്തെ ടെസ്റ്റിനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തതിനുള്ളത്. അപ്പം വർക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കണം. ടിഗും മിഗും ആണ് അവിടെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ മച്ചാമാരെ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ആ ഏജൻസിയിൽ മേഡത്തിന്റെ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ 5 ലക്ഷം രൂപന്റെ അടുത്ത് വരുന്നുണ്ട് പരമാവധി അതിലൊരു ചെലവ് എന്ന് പറയുന്നത്, നമുക്ക് അതിന് പോകാനുള്ള ചെലവ്. അപ്പൊ ഒരു 60-65 രൂപ സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക് അതിനുള്ള സാലറി ആയിട്ട് കിട്ടുന്നത്. പിന്നെ അവിടെ പോയി ടെസ്റ്റ് പാസ്സായാലാണ് നമുക്ക് ഈ 1 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നത്. സാലറി നല്ല സാലറി കിട്ടും എന്നാണ് ഞാൻ അവിടെ പോയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സുകൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു വളരെ സുഖമാണ്, നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വർക്കിന് പോകാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്ക് ഒരവിടെ ടെസ്റ്റ് ഫയലായാൽ പോലും വേറൊരവിടെ ടെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വേറെ വർക്കിന് കയറി പോകാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു. കാരണം വെച്ചാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഈ പോളണ്ട് പോലുള്ള സ്ഥലങ്ങൾക്ക് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, നമ്മള് ഇപ്പൊ എന്റെ അടുത്ത് ഒരു ഫ്രണ്ട് പറഞ്ഞ പ്രകാരം അവന്റെ വോയിസും കൂടി ഒന്ന് കേട്ട് നോക്കാം. പോളണ്ടിലേക്ക് വന്നത് ഞാൻ ഏകദേശം ഒരു 1.5 വർഷത്തോളമായി ഇതിൻ്റെ കൊടുത്തിട്ടിട്ട്. സമയത്ത് കൊറോണയുടെ ഇടയിലാണ് ഞാൻ കൊടുത്തിട്ടത്. പിന്നെ
കൊറോണ ഒന്ന് മാറി കഴിഞ്ഞിപ്പോൾ ഇവിടെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഇതായി പിന്നെയും ഡിലേ വന്നു. അതുകൊണ്ടാണ് ഒരു 1.5 വർഷമൊക്കെ ഡിലേ വന്നത്. ഇപ്പം ഞാൻ പോളണ്ടിൽ വന്ന് വെൽഡറായിട്ടാണ് വന്നത്. ഇവിടെ ടിഗാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് കൂടുതൽ. ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പല കമ്പനികളിലും പലതരത്തിലാണ്. ചില കമ്പനികളിൽ ഭയങ്കര ഈസി ടെസ്റ്റുകളൊക്കെയാണ് നടത്തുന്നത്. ഫ്ലാറ്റും വെർട്ടിക്കലാണ് ചില കമ്പനികളിൽ നോക്കുന്നത്. വെൽഡർമാർക്ക് 22 to 26 പല മണിക്കൂറിന് ഇത്രയും പല പൈസയാണ് കിട്ടുന്നത്. 22, 24, 26, 25 സ്ലോട്ടിക്ക് കിട്ടുന്ന മണിക്കൂറിന് കിട്ടുന്ന കമ്പനികളുണ്ട്. പിന്നെ അക്കോമഡേഷനും ഫുഡൊക്കെ നമ്മൾ തന്നെയാണ് നോക്കുന്നത്. പിന്നെ അക്കോമഡേഷൻ ചില കമ്പനികളിൽ ഫ്രീ ആണ്, ചില കമ്പനികളിൽ നമ്മൾ ഒരു 300 സ്ലോട്ടി അത്രയൊക്കെ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അത് ഭൂരിഭാഗം കമ്പനികളിലും ഫ്രീ ആണ്. ട്രേഡ് ഉള്ളവർക്കൊക്കെ ഫ്രീ ആണ് അക്കോമഡേഷൻ. ഇവിടെ പിന്നെ ഇപ്പം സമ്മറാണ്, അതായത് മഴയും വെയിലും കാറ്റും തണുവും എല്ലാം കൂടി ഒരുമിച്ചാണ് ഇപ്പം. അപ്പൊ മച്ചാമാരെ, നമ്മുടെ ഫ്രണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു റിക്വസ്റ്റ് കൊടുത്തത് കൊണ്ടാണ് അവൻ ഒരു വോയിസ് മെസ്സേജ് നമുക്ക് അയച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത് ഒരുപാട് പേർക്കും ഉപകാരം ആവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഉപകാരം ആകുമെന്ന് വെച്ചാൽ വെൽഡിംഗ് പഠിച്ചിട്ട് നമുക്ക് ആ തൊഴിൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരമായി നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു വാല്യൂ ഉണ്ടാവുള്ളൂ അല്ലേ. നമുക്കൊരു മിഗ് വെൽഡിംഗ് അറിയാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ഇട്ടാവട്ടത്ത് തന്നെ ഓടി നടന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ, നിങ്ങൾക്ക് ഈ വെൽഡിങ്ങിന് പോളണ്ടിലോട്ടോ കാനഡയിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള മെൽട്ട ജോബിലോട്ടോ പോകുന്നതിനുള്ളൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിന്റെ ഫുള്ള് ഡീറ്റെയിൽ, ഫുള്ള് വീഡിയോ, അതായത് 1G എങ്ങനെയാണ് അടിക്കുക, 3G എങ്ങനെ അടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അതിന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ മിഗ് വെല്ലിങ്ങിനുണ്ടാവും, ടിഗ് വെല്ലിങ്ങിന്റെയും 3Gയും 1Gയും ചെയ്തതുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഡയറക്റ്റ് കയറി നോക്കുക, എന്നിട്ട് ലിങ്ക് പ്രസ് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ കാണാം. അഥവാ ഇനിയും വല്ല ഡൗട്ടുകൾ കാര്യങ്ങളുണ്ട് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എന്നെ അടുത്ത് ഒരു കമന്റ് ചെയ്താൽ മതി. അടുത്ത് തന്നെ നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവും. ടിഗ് വെല്ലിങ്ങിനും മിഗ് വെല്ലിങ്ങിനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചാൽ മച്ചാമരെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി, നമ്മുടെ ക്രൈസി മച്ചാൻ ടിപ്സ് എന്നായിരുന്നു യൂട്യൂബ് ചാനൽ നെയിം. ആ നെയിം ഞാൻ അങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, മച്ചാൻ 2.0 എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും